ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു അറബിക് കേപ്പ് ഗൗണിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ഗൗണിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഈ ഒരു കേപ്പ് പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഗൗണിൽ ഇത് അറ്റാച്ച് ചെയ്തെടുക്കല്ലോ ചെയ്യുന്നത്. ഗൗണിൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ചെയ്യുന്ന പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ എത്ര എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് എടുക്കേണ്ടത്. ഫ്രണ്ടിൽ നമുക്കൊരു യോക്ക് വരെയുള്ള ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്തായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൻ്റെ എൽബോ മുതൽ മറ്റേ കയ്യിൻ്റെ എൽബോ വരെയുള്ള ആ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ, അതാണ് ഞാനിതിൻ്റെ വിടുത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നോക്കിയിട്ട് ഇതുപോലെ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ വിടുത്തിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ലെങ്ത്ത് ഉണ്ടല്ലോ, ടോട്ടൽ ലെങ്ത്താണ്. ബാക്ക് സൈഡിൽ ഫുൾ ഇറക്കത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ലെങ്ത്തായിട്ട് 52 ഇഞ്ചസാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് താഴേന്ന് ഇതുപോലെ 52 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിനെ ഫ്രണ്ടും ബാക്കും ആയിട്ടൊന്ന് ഇപ്പോൾ പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ലൈനായിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കൂടുതലുള്ള പോർഷൻ നമുക്ക് ബാക്കിലേക്കും കുറച്ചുള്ളത് നമുക്ക് ഫ്രണ്ടിലേക്കുമാണ് വരേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു പാർട്ടീഷൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയതായിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത്, അധികം കഴുത്ത് ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ നോർമൽ നമ്മൾ എടുക്കുന്നതിലും ഡെപ്ത്ത് കുറച്ചിട്ട് വേണം. വിടുത്ത് നമുക്ക് സെയിം ആയിട്ട് എടുക്കാം, പക്ഷേ ഡെപ്ത്ത് ഇതുപോലെ 3-3.5 ഇഞ്ചസൊക്കെ ആക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഇറക്കം വേണം, ബാക്കിൽ അത്ര ഇറക്കം വേണ്ട നെക്കിന്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് കുറച്ച് വീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ബാക്കിൽ നമുക്ക് അത്രക്ക് ഡെപ്ത് ഇല്ലാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് ഇതിനെ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് ആ ഒരു പാറ്റേൺ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വിടുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൈമുട്ട് മുതൽ ഷോൾഡറിൻ്റെ അതിലൂടെ മറ്റേ കൈമുട്ട് വരെയുള്ള ലെങ്ത്തായിട്ട് നമുക്ക് വിടുത്തിനൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ എനിക്കിവിടെ ഒരു 18 ഇഞ്ചസാണ് ഞാനിവിടെ വിടുത്തായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ടോട്ടൽ ലെങ്ത്ത് ബാക്ക് സൈഡിൽ ടോട്ടൽ ലെങ്ത്തായിട്ട് 52 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറിയൊരു കർവിലായിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ താഴെ ഭാഗം ഒന്ന് കുറച്ച് ഫ്ലെയറായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്ലെയറിനനുസരിച്ച് ഈ ഒരു ഭാഗം ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം. ബാക്ക് സൈഡിലേക്ക് കൊടുത്ത അത്ര ഫ്ലെയർ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ ലെങ്ത്തായിട്ട് നമ്മുടെ ഒരു യോക്ക് ലെങ്ത്ത് ഉണ്ടല്ലോ, നമുക്ക് 12-13 ഇഞ്ചസ് വരെ ഫ്രണ്ടിൽ നമുക്ക് എടുക്കാം കേട്ടോ. അധികം തൂങ്ങിപ്പോയാലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 12 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 13 ഇഞ്ചസിലും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് കയറി നിൽക്കുന്ന രൂപത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 ഇഞ്ചിലും ഒന്ന് 12-ലും 13-ലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു 13-ലേക്ക് ഇതുപോലെ കർവായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നോക്കിയാൽ മനസ്സിലാവും യോക്കിൻ്റെ ഭാഗം കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു ലൈനും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്കിൻ്റെ ഭാഗം കുറച്ച് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടാനായിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലും നമുക്ക് ഇത്ര ഫ്ലെയർ വേണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ നെക്കിൻ്റെ ഒരു ഭാഗം ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ട് ഹുക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ, നെക്ക് ഈസി ആയിട്ട് കൊള്ളാനായിട്ട്.
അപ്പം അതില്ലാതെയും നമുക്ക് കുറച്ച് വൈഡായിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ചിട്ട് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗവും നമ്മളൊന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം എന്താ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് സൈഡ് ഇതുപോലെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ഇട്ട് കാണുമ്പോൾ ഇതുപോലെ ഫ്ലെയറിലായിരിക്കും കേട്ടോ നിൽക്കുക. ഈ ഒരു പാറ്റേണിലാണ് കേപ്പ് ഗൗണിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.